പാർട്ടി പത്രത്തിന്റെ തലപ്പത്തിരുന്ന് പിണറായി വിജയന് വേണ്ടി ഛർദ്ദിക്കുകയാണ് എം സ്വരാജ്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇന്ത്യ സഖ്യത്തെ പ്രകീർത്തിച്ചവർ തൊട്ടു പിന്നാലെ മോദിക്ക് ജയ് വിളിക്കുകയാണ്. ദേശാഭിമാനിയിലിരുന്ന് സ്വരാജും മോദിയെ പുകഴ്ത്തുന്നു. CPMന്റെ പുത്തൻകൂറ്റ് സൈദ്ധാന്തികനും പാർട്ടി പത്രത്തിന്റെ പുതുപുത്തൻ പത്രാധിപരുമായ എം സ്വരാജിന്റെ മിനിയാണ് പുറത്തിറങ്ങിയ പുതിയ തീസീസിലൂടെ. ഒന്ന് കണ്ണോടിച്ചു പോകുന്നത് നല്ലതാണ്. VSനെ നിഗ്രഹിക്കാൻ കാരണഭൂതൻ പ്രത്യേകം വാർത്തെടുത്ത വിഷസൂചികളിലൊന്നാണല്ലോ സ്വരാജ്. ഒരു കാര്യം മറച്ചുവെക്കാനാകില്ല. VSനെതിരെ ഏതറ്റം വരെയും പോയി എന്ത് അസഭ്യം പറയാനുമുള്ള വരം കാരണഭൂതനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല. ഒരേ കൂടയിൽ വെക്കാവുന്ന 1 ഡസൻ മുക്കുപണ്ടങ്ങളെയെങ്കിലും വാർത്തു വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയായി മോദി അവരോധിക്കപ്പെടുമെന്ന് ഉറപ്പായതിന്റെ ചൂടാറും മുൻപ് രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി എഴുതി പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താൻ തൊഴിലാളി വർഗത്തിന്റെ പത്രത്തെ ദുരുപയോഗിച്ചതിന് സ്വരാജ് ഇരട്ട പ്രമോഷൻ ലഭിക്കുമെന്ന് ഉറപ്പാണ്. സ്വരാജിന്റെ ബുദ്ധികൂർമ്മത സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന കാളികൂളി സംഘത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവർ പാർട്ടി പത്രത്തിൽ അച്ചടിച്ചു വന്ന ഈ പുതിയ തീസീസ് ഒന്ന് വായിക്കണമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ശക്തിധരൻ. പിണറായി വിജയനെയും എം സ്വരാജിനെയും ഒക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ശക്തിധരൻ. യാഥാർത്ഥ്യ ബോധവും പ്രായോഗിക ബുദ്ധിയുമുള്ള ഒരു കരുത്തുറ്റ നേതൃത്വം കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഭൂരിപക്ഷം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. പിന്നെ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ പ്രകടമാവുന്ന വലതുപക്ഷ ചായ്വ് ഇത്തവണയും കേരളത്തിൽ തുടർന്നു. കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇതാണോ പാർട്ടി നിലപാട്? ലോകമാകെ രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെ പ്രകീർത്തിക്കുമ്പോഴാണ് അദ്ദേഹം ഇതിനൊന്നും പ്രാപ്തനല്ലാത്തവനെന്ന ദുരാരോപണം പാർട്ടി പത്രത്തിൽ ഈ ദോഷൈക ദൃക്ക് എഴുതി വച്ചിരിക്കുന്നത്. ഇവന്റെ തലയിൽ തളം വയ്ക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഗോവിന്ദൻ സഖാവേ, ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇതുപോലുള്ള മാരണങ്ങളെ അടിച്ചു പുറത്താക്കാൻ എന്നാണ് സഖാവിന് നട്ടലുണ്ടാകുക? അതോ പാർട്ടി സെക്രട്ടറിയുടെയും നിലപാട് ഇതുതന്നെയാണോ? എന്തൊരു ദുരന്തം! കോൺഗ്രസ് വിരുദ്ധ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരുട്ട് പാർട്ടി പത്രത്തിൽ തളം കെട്ടി നിന്ന് ചീഞ്ഞു നാറുകയാണ്. ഈ തല ഇനി വളർന്ന് പൊളിറ്റ് ബ്യൂറോയിലെത്തും. അതോടെ ഈ മരം പടും. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ച് പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ കയറിയ ഇയാൾ ഏതുവരെ വളർന്നു എന്നതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഈ എഴുത്താണി. ഇതാണോ കോൺഗ്രസിനെ കുറിച്ച്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് CPMന്റെ ഔദ്യോഗിക പ്രതികരണം? ഈ സന്നിഗ്ധ ഘട്ടത്തിലും പാർട്ടിയുടെ ഔദ്യോഗിക നയമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ BJPയെ സുഖിപ്പിക്കാൻ എന്തെങ്കിലും എഴുതി കൂട്ടുക എന്നതാണ് പിണറായി വിജയൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അൻവറിനെയും സ്വരാജിനെയും പോലുള്ള ഏറാൻ മൂളികൾ അത് നിറവേറ്റി കൊടുക്കുന്നു. കേരളത്തിലെ CPMന്റെ അന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കേരളത്തിലെയോ പശ്ചിമ ബംഗാളിലെയോ കിഴക്കൻ യൂറോപ്പിലെയോ സോവിയറ്റ് യൂണിയനിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകമായി എന്തെങ്കിലും അപജയം സംഭവിച്ചതല്ല. ഓരോ രാജ്യത്തും പിണറായി വിജയന്മാർ തലപൊക്കുമ്പോൾ കമ്മ്യൂണിസം അവസാനിക്കുകയാണ്. അത് ആഗോള പ്രതിഭാസമാണ്. മാർക്സിസത്തിൽ അപജയമുണ്ടാകുമ്പോൾ തലപൊക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളാണ് അതിന്റെ രോഗലക്ഷണം. ഭരണം വഴിയും കോർപ്പറേറ്റുകളുമായും ചേർന്ന് പങ്ക് കച്ചവടം നടത്തിയും അഴിമതികളിലൂടെയും കോടാനുകോടി സമ്പാദ്യം പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും കീശയിലുണ്ട്. അതെടുത്ത് അമ്മാനമാടി ജനരോഷം തടുക്കാമെന്നാണ് പിണറായി വിജയൻ സ്വപ്നം കാണുന്നത്. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. എന്തായാലും ശക്തിധരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കും. എന്നാൽ കേന്ദ്രത്തിലോട്ട് ചെന്നു കഴിയുമ്പോൾ ഇവരുടെ യെച്ചൂരി സഖാവ് ഈ രാഹുൽ ഗാന്ധിയെ ചേർത്ത് പിടിക്കും. ഇതാണ് CPMന്റെ ഗതികേടെന്ന് പറയുന്നത്.